ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള നിലയ്ക്ക് എല്ലാ മനുഷ്യർക്കും ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും തന്നെയാണുള്ളത്. അപ്പം ദൈവത്തെ, അദൃശ്യനായ ദൈവത്തെ കാണുന്ന പോലെ തന്നെ ദൃശ്യനായ ദൈവത്തെ കണ്ടുമുട്ടുവാനായിട്ട് ദൈവത്തിൻ്റെ സൃഷ്ടിയായ നമ്മുടെ സഹോദരങ്ങളുടെ മുഖത്തേക്ക് തന്നെ നോക്കണം. അവിടെയാണ് നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്നത്. അദൃശ്യനായ ദൈവവുമായിട്ട് നമ്മുടെ പ്രാർത്ഥന സമയത്ത് ഫിസിക്കൽ എൻകൗണ്ടർ ഇല്ല. ഒരു ഫിസിക്കൽ എൻകൗണ്ടർ വരുന്നത് നമ്മൾ കാണുന്ന മനുഷ്യരിലൂടെയാണ്. അതും ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളുണ്ട്, പ്രിയപ്പെട്ട മക്കളുണ്ട്. ആ പ്രിയപ്പെട്ട മക്കൾ എന്ന് പറയുന്നത് ആരും ഇല്ലാത്തവരും, ആർക്കും വേണ്ടാത്തവരും, ഒന്നും ഇല്ലാത്തവരും, ഒന്നും അല്ലാത്തവരും. അങ്ങനെയുള്ളവർക്ക് ദൈവം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നമുക്കൊക്കെ ദൈവമുണ്ട്, ഈ ഭൂമിയിൽ തന്നെ പലരുമുണ്ട്. പക്ഷെ ഞാനീ പറയുന്ന 4 കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് ദൈവം മാത്രമേ ഉള്ളൂ, അവരാരുമില്ല. പിന്നെ ദൈവം പറഞ്ഞയച്ച ആളുകൾ. അങ്ങനെ ആ ദൈവം പറഞ്ഞയച്ച ആളുകളുടെ ചില പ്രത്യേകമായിട്ടുള്ള ആ ശുശ്രൂഷകൾ എന്ന് പറയുന്നത് നമ്മൾക്ക് അത്ഭുതപ്പെടുത്തുന്നതാണ്. എന്താണ് ഒരു എൻകൗണ്ടർ? ദൈവവുമായിട്ടുള്ള എൻകൗണ്ടർ എന്നുള്ളത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ പ്രാർത്ഥനയിലൂടെ അവർ സമാഹരിച്ചെടുത്ത ശക്തി വഴിയായിട്ട് എങ്ങനെ അവർ ലോകത്ത് ഈ ആർക്കും വേണ്ടാത്തവരും, ആരുമില്ലാത്തവരും, ഒന്നുമില്ലാത്തവരും, ഒന്നുമല്ലാത്തവരും ആയിട്ടുള്ള മനുഷ്യരുടെ വേണ്ടിയിട്ടും മനുഷ്യരുടെ കൂടെയും ജീവിക്കുന്നു എന്നറിഞ്ഞാലേ സാധിക്കുള്ളൂ. അങ്ങനെയുള്ള ഒരു സംഭവമാണ് എൻ്റെ മനസ്സിൽ കിടപ്പത്. മദർ തെരേസയുടെ ജീവിതത്തിൽ വരുന്നത്. മദർ തെരേസ വഴിയായിട്ട് ഒരാളുടെ ജീവിതവും മാറ്റിമറിച്ചു. വലിയൊരു മാനസാന്തര വ്യക്തിക്ക് ഉണ്ടാവുകയും ചെയ്തു. പേര് ഞാൻ മറന്നു. മദർ തെരേസ, നമുക്കറിയാവുന്ന ഒരു മദർ തെരേസ സിസ്റ്റർമാരുടെ കയ്യിൽ 2 ഉടുപ്പുകൾ ഉണ്ടാവുകയുള്ളൂ ജീവിതത്തിൽ, അവർക്ക് പാടുള്ളവരുടെ നിയമം അനുസരിച്ച് തന്നെ. അതുപോലെ ഒരു സഞ്ചി എപ്പോഴും അവരുടെ കയ്യിലുണ്ടാവുന്നു. അവരുടെ പ്രഭാത പ്രാർത്ഥന കഴിഞ്ഞാൽ അവർ ഈ സഞ്ചിയുമായിട്ട് അവരിറങ്ങും, തെരുവിലൂടെ ഇറങ്ങും. അവരങ്ങത്തെ അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് അവർ ശുശ്രൂഷിക്കുന്ന, തെരുവിൽ വലിച്ചെറിയപ്പെട്ട ആ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ശുശ്രൂഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളോ എന്ത് തന്നെയാണെങ്കിലും അവർ ആ സഞ്ചിയിൽ സമ്പാദിക്കും. അങ്ങനെ മദർ തെരേസ ഒരു ദിവസം കൽക്കട്ടയിലെ തെരുവിൽ ഒരു വലിയ കടയുടെ മുമ്പിൽ ചെന്ന് കൈനീട്ടി. ആ മനുഷ്യന് ദേഷ്യം വന്നു. ആ മനുഷ്യൻ പാൻ ചവച്ചുകൊണ്ടിരിക്കുന്നു. അത് മദർ തെരേസയുടെ കയ്യിലേക്ക് തുപ്പി. മദർ തെരേസ കൈ ചുരുട്ടി അത് സ്വീകരിച്ച് ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ എനിക്ക് തന്നതാണ്. പിന്നീട് ആ ഇടത് കൈ നീട്ടിയിട്ട് പറഞ്ഞു, ഇനി എൻ്റെ മക്കൾക്കുള്ളത് നിങ്ങൾ തരണം. എനിക്ക് നിങ്ങൾ തന്നത് ഞാൻ സന്തോഷത്തോടെ സ്നേഹത്തോടെ സ്വീകരിച്ചു. ഇനി നിങ്ങൾ എൻ്റെ മക്കൾക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ കയ്യിൽ തരണം എന്ന് പറഞ്ഞു. ആ മനുഷ്യനെ ജീവിതത്തെ മാറ്റിമറിച്ചൊരു സംഭവമായിരുന്നത്. അത്രമാത്രം അവജ്ഞയോടെയും അത്രമാത്രം വെറുപ്പോടെയും മദർ തെരേസയുടെ കയ്യിലേക്ക് തുപ്പിയിട്ട് പോലും ആ മദർ തെരേസയ്ക്ക് ഒരു ദേഷ്യമോ ഒരു ഈർഷ്യയോ ഒന്നും ഉണ്ടാവാതെ, സമചിത്തത വെടിയാതെ ഹൃദയത്തോടെ ആ കൈ ചേർത്ത് വെച്ച്, കയ്യിൽ കിട്ടിയ തുപ്പ് ഒന്നും കളയാതെ തന്നെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് മറുകൈ നീട്ടി മക്കൾക്ക് വേണ്ടി യാതന നടത്തിയ മദറിൻ്റെ ആ ഒരു സമർപ്പണത്തെ ഓർത്തിട്ടാണ് മനുഷ്യന് വലിയ മാനസാന്തരം ഉണ്ടായത്. മദർ തെരേസയുടെ ശുശ്രൂഷകൾക്ക് എന്നും താങ്ങും തണലുമായത് ആ മനുഷ്യൻ തന്നെയാണ്. മദറിനോട് ഈ ശക്തി എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചിട്ടുണ്ട്. അവിടെയാണ് ഞാൻ ഈ ദൈവിക ചിന്തയുമായിട്ട് ബന്ധപ്പെടുത്തി ഈ ദിവസത്തെ ചിന്ത അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. മദർ തെരേസ പറഞ്ഞു, ഈ ശക്തി ഇല്ലാതെ ഒരിക്കലും ഇപ്രകാരം ഈ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് അവർക്ക് വേണ്ടി സേവനം ചെയ്യാൻ സാധിക്കും. പക്ഷേ അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ മക്കളുടെ ആ തലത്തിലേക്ക്, നിലവാരത്തിലേക്ക് ഇറങ്ങി വരണം. ആ മക്കൾക്കാണ് ഇപ്രകാരം തുപ്പൽ കിട്ടിയെന്നുണ്ടെങ്കിലും അവർ അത് വേദനിച്ചുകൊണ്ട് പോയതിന് കാരണം അവർക്ക് കിട്ടിയത്, അവർക്ക് അതാണ് പരിചയമുള്ളൂ. ആട്ടി ഓടിച്ചും ആട്ടി പായിച്ചും പുറന്തള്ളിയും ചവിട്ടും തൊഴിയും കൊണ്ടും പിന്നെ വേസ്റ്റ് ഭക്ഷണം കഴിച്ചൊക്കെയുള്ള പരിചയമുള്ള മക്കളാണ്. അതാണ് അവരുടെ ജീവിതാനുഭവം. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അത് വേറൊരു വേദനയായിട്ട് അവരങ്ങ് പോകും. അപ്പം ആ മക്കളുടെ തലത്തിലേക്ക് ഇറങ്ങി വരാൻ പാകത്തിനുള്ള ആ ശക്തി സമ്പാദിച്ചത് തൻ്റെ പ്രാർത്ഥനയിലൂടെയാണ്. കാരണം താൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്ന സഹനത്തെ എങ്ങനെ സ്വീകരിക്കണമെന്നും സഹനം വഴിയായിട്ട് എങ്ങനെ മറ്റുള്ളവർക്കും തങ്ങൾക്ക് തന്നെയും വലിയൊരു ആത്മശക്തി ഉണ്ടെന്നറിയാനും മറ്റുള്ളവർക്ക് അത് വലിയൊരു മാനസാന്തരത്തിന്, മാറ്റത്തിന് കാരണമാകാനും കഴിയും എന്നുള്ള ചിന്ത. അപ്പം മറ്റുള്ളവരുടെ നന്മയിലേക്കും മറ്റുള്ളവരെ ഒരു മാറ്റത്തിലേക്ക് നയിക്കണമെന്നുണ്ടെങ്കിൽ നാം അവരിലൂടെ നേരിടുന്ന സഹനങ്ങളെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. അപ്രകാരം അത് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ, അവർക്കത് മാറ്റത്തിന് കാരണമാകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വലിയ ആത്മശക്തി ഉണ്ടെങ്കിലേ ഇപ്രകാരം അതിനെ ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും സാധിക്കും. അപ്പം മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഉണ്ടാവേണ്ട വലിയൊരു ആത്മശക്തിയാണിത്. അവരുടെ തലത്തിലേക്ക് ഇറങ്ങി നിന്ന് ജീവിക്കാനും ചിന്തിക്കാനും പെരുമാറാനും പ്രവർത്തിക്കാനും കഴിയുന്ന ആ ഒരു ആത്മശക്തി. അപ്രകാരമുള്ളൊരു ശക്തി കൊണ്ട് നമുക്കെല്ലാവർക്കും നിറയാനും കഴിയും.
അപ്പോൾ നമുക്ക് അവരെ ശുശ്രൂഷിക്കാനും അവർക്ക് വേണ്ടി നിലപാടെടുക്കാനും അവർക്ക് വേണ്ടി നിലകൊള്ളാനും അവർക്ക് വേണ്ടി വല്ലപ്പോഴും ഒക്കെ അവരോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ സാധിക്കും. ജീവിതത്തിൽ വലിയ മാറ്റത്തിന് അത് ഇടവരുത്തും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.